ഭാസ്കര കാർണവർ കേസ് പ്രതി ഷെറിന് പരോൾ അനുവദിച്ചു. 2 ആഴ്ചത്തെ പരോളാണ് അനുവദിച്ചത്. സ്വാഭാവിക നടപടിയെന്ന് ജയിൽ വകുപ്പ്. ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം വിവാദമായിരുന്നു. ഫെലിക്സ് വിശദാംശങ്ങളുമായി ചേർന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഈ കാർണവർ കേസിലെ പ്രതിയെ മോചിപ്പിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടപ്പോൾ അത് വലിയ ആരോപണമായിരുന്നു, വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പരോൾ അനുവദിച്ചിരിക്കുന്നു. സ്വാഭാവിക നടപടിയായി ഇതിനെ കാണാമോ? മുത്തി, ഏതായാലും ജയിൽ വകുപ്പ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ് എന്നതാണ്. കണ്ണൂർ വനിതാ ജയിലിൽ കഴിയുന്ന കാർണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള കുറ്റവാളിയായിട്ടുള്ള ഈ ഷെറിന് ഏപ്രിൽ 5-നാണ് പരോൾ അനുവദിച്ചത്. 2 ആഴ്ചത്തേക്കാണ് പരോൾ. അവർ പരോള് കെട്ടി പുറത്തിറങ്ങുകയും ചെയ്തു. നേരത്തെ മോത്തി സൂചിപ്പിച്ചപോലെ തന്നെ 2010 മുതൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഷെറിന് മോചനം നൽകാൻ അല്ലെങ്കിൽ ശിക്ഷായിളവ് നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനമാണ് അത് സംബന്ധിച്ച് ഉയർന്നത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം സർക്കാർ നീട്ടിക്കൊണ്ടു പോവുകയാണ്. അവർക്ക് ശിക്ഷായിളവ് നൽകാനുള്ള തീരുമാനത്തിൽ സർക്കാർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്താണ് അവർക്കിപ്പോൾ വീണ്ടും പരോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ ഷെറിന് ശിക്ഷായിളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലെ ഒരു ഉന്നതൻ ഇടപെട്ടു എന്നൊരു ആരോപണം നേരത്തെ ഉയർന്നതാണ്. മാത്രമല്ല, ജയിലിനുള്ളിൽ ഷെറിന് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നു എന്ന് സഹ തടവുകാരി വെളിപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും അതിന് പിന്നാലെയാണ് ഈ ശിക്ഷായിളവ് നൽകാനുള്ള തീരുമാനം നീണ്ടുപോവുകയും അതിലൊരു തീരുമാനം സർക്കാർ ഇപ്പോൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് അവർക്ക് വീണ്ടും ഇപ്പോൾ പരോൾ നൽകിയിട്ടുള്ളത്. 2 ആഴ്ചത്തെ പരോളാണ് അനുവദിച്ചത്. ഒപ്പം കഴിഞ്ഞ മാസം ഷെറിൻ സഹ തടവുകാരിയെ മർദ്ദിച്ചതിന് കേസും എടുത്തിരുന്നു. അതിന് പിന്നാലെ സഹ തടവുകാരിയെ ജയിൽ മാറ്റുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് അവർക്ക് വീണ്ടും ഇപ്പോൾ ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിട്ടുള്ളത്. ശരി, ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.